രശ്മി മോളെ നീ എങ്ങനെയാ വന്നത്? പൊന്നീ സുഖാണോ നിനക്ക്? അയ്യോ എന്നെ പോലെ തന്നെ ഇരിക്കുന്നു. അതെങ്ങനെ? എന്റെ ആങ്ങളുടെ മോളുടെ കൊച്ചല്ലേ? അമ്മായി, ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോകുന്നതാ. എനിക്കാകെ ടെൻഷൻ. മാധവൻ ചേട്ടനെ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അധികം ഡ്രസ്സൊന്നും എടുത്തില്ല. മാധവനൊക്കെ ഇഷ്ടപ്പെടും മോളെ. ഇവിടെ 4 കുട്ടികളുണ്ടല്ലോ, നീ എങ്ങനെയെങ്കിലും അവരെ കയ്യിലെടുക്കണം. അവർക്കിഷ്ടമായ പിന്നെ മാധവൻ ഇഷ്ടപ്പെട്ടോളും. നീ എന്തായാലും ഒരാഴ്ച ഇവിടെ നിൽക്കേ, ഞാനും കൂടി ഉണ്ടല്ലോ. ഇവിടെ ഒന്ന് നിന്നാ പിള്ളേരെ ഒന്ന് കയ്യിലെടുക്കാൻ നോക്ക്. പാവം പൊന്നുമോള്, ഇവളുടെ അച്ഛൻ വരെ കല്യാണം കഴിച്ചപ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരുന്നു. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നു എല്ലാം ഒരു നിമിത്ത. നിങ്ങൾക്ക് ഇവിടെ തന്നെയാണ് ജീവിക്കാനുള്ളത്, അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അകത്തേക്ക് വാ രശ്മി മോളെ. കുട്ടികളെല്ലാം സ്കൂളിൽ പോയിരിക്കുക, അവർ വരാറായി. അവർ വരുമ്പോഴേക്ക് നീ അവർക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി വെക്ക്. അവരാണെങ്കിൽ നല്ല ഭക്ഷണം കഴിച്ചിട്ട് കുറേ നാളായി, അതുകൊണ്ട് എന്തായാലും അവരുടെ മനസ്സിൽ കയറാൻ പറ്റും. ശരി അപ്പച്ചി. വാ പൊന്നി, നമുക്ക് അകത്ത് കയറാം. ഇതാണ് ഇനി പൊന്നിയുടെ വീട്. പൊന്നിയുടെ പപ്പയും പിന്നെ ചേച്ചിമാരും ഒരു ചേട്ടനൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ പഠിക്കാൻ പോയിട്ട് വരും. അകത്തേക്ക് കയറ്. പൊന്നിമോളെ, ഇവിടെ ഇരുന്ന് കളിച്ചോട്ടോ. മമ്മിയും അച്ഛമ്മയും അടുക്കളയിൽ പോയിട്ട് ഇപ്പം വരാം. കുറച്ച് ചേച്ചിമാരെ ഇപ്പൊ പഠിക്കാൻ പോയി വരും. അന്നേരം അവർക്ക് കൊടുക്കാനേ സ്പെഷ്യൽ ആയിട്ട് കുറച്ച് സ്വീറ്റ്സ് ഉണ്ടാക്കാനാ. മമ്മി പോയി കളയോ? അയ്യോ ഇല്ല, എന്റെ പൊന്നിമോളെ ഇട്ടിട്ട് മമ്മി പോകുമോ? മമ്മി ഇനി എങ്ങും പോകില്ല. ഇതാ മമ്മിയുടെയും പൊന്നിമോളുടെയും വീട്. പൊന്നി ഇവിടെ ഇരുന്ന് കളിച്ചോ. ദേ ഈ ഗിറ്റാറും എടുത്തോട്ടോ, ഇപ്പൊ വരാം ഞങ്ങള്. അവൾ ഇവിടെ ഇരുന്ന് കളിച്ചോളും രശ്മി മോളെ. അവളുടെ വീടല്ലേ ഇന്നെ ഇത്. നമുക്ക് അടുക്കളയിലേക്ക് പോകാം. കുഞ്ഞാവേ, ഇതേത് കുഞ്ഞാവയാ? ഇതിന്റെ വീട് മാറിപ്പോയോ? ഇത് തന്നെയാണോ വീട്? അയ്യോണ്ട് ഗിറ്റാർ കുഞ്ഞാവ എടുത്തു. ചേച്ചിന്ന് വിളിക്കുന്നുണ്ടല്ലോ, ഇതാരാ? എടക്കൊടുക്ക ഇങ്ങോട്ട് വന്നേടാ. ഈ കുഞ്ഞാവ എന്നെ ചേച്ചിന്ന് വിളിച്ചു. ഇതാരാ ബാഗിലിട്ട് കൊണ്ടുവന്നതാണോ നീ? അതല്ല, ഈ കൊച്ചു ഞാൻ എവിടെ നിന്ന് വന്നു ഞാനാണ് ആലോചിക്കുക. ഞാനൊന്നും കണ്ടതില്ല. അയ്യേ, നിങ്ങൾ യൂണിഫോം മാറാതെ എന്ത്? കുഞ്ഞാവയോ? ഇതേത് കുഞ്ഞാവാ? ഇതിനെ ഞാൻ എവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഇതാരടി കുണുക്കി? അതെ ചോദിക്കാൻ വേണ്ടി ചേച്ചിയോട് വരാൻ പറഞ്ഞേ. കുഞ്ഞാവേ, നീ ഏതാ? നീ എങ്ങനെ ഇവിടെ വന്നേ? എന്താ ഇവിടെ? ഇതേത് ഈ കൊച്ച്? ഇതാരടി നീതു? എനിക്കറിയില്ല ചേച്ചി, ചോദിക്കാം. മക്കളെ, അച്ഛമ്മേ, ഇതേതായി കുഞ്ഞാവാ? നിങ്ങൾ ശരിക്കാ കുഞ്ഞാവിനെ നോക്കി എന്നെ പോലെ ഇരിപ്പില്ലേ? അതെ, അച്ഛമ്മയുടെ കട്ടുണ്ട്. ഇത് ഏത് കുഞ്ഞാവയാന്ന് പറ. അതെ മക്കളെ, ഇതേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു രശ്മിയും അവളുടെ മോളും വരുമെന്ന്. ആ കുഞ്ഞാവയായത്. പൊന്നിന്ന് വിളിച്ചാ മതി നിങ്ങള്. രശ്മി ആന്റി ഇവിടെ വന്നോ? അതെ മക്കളെ, എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കാൻ പോയി വരുമ്പോ ഇവിടെ തിന്നാൻ ഉണ്ടാക്കി വെക്കാനൊന്നും ആരും ഇല്ലല്ലോ. അതുകൊണ്ട് രശ്മിനെയും കൊച്ചിനെയും ഞാൻ ഇങ്ങോട്ട് വിളിച്ചു. അവളെ നിങ്ങൾക്ക് ദേ പിസ്സ ഉണ്ടാക്കുക, ഓവനി വെച്ചിട്ട്. ഇപ്പൊ റെഡിയാകും. ഞങ്ങൾക്ക് പിസ്സ ഒന്നും വേണ്ട അച്ഛമ്മേ. മക്കളെ, നിങ്ങൾ എന്തിനാ വിഷമിക്കണേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ രശ്മിനെയും പൊന്നിനെയും നിങ്ങളുടെ അച്ഛൻ പറഞ്ഞു വിടും. അറിയാലോ, ഈ പൊന്നിക്ക് 1 വയസ്സാകണേ ഉള്ളൂ. അവളുടെ അച്ഛൻ ഇവരെ ഉപേക്ഷിച്ച് വേറെ കല്യാണം കഴിച്ച് പോയി. പാവങ്ങള്, അവരിവിടെ നിന്നോട്ടെ. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ മാധവൻ ഇവരെ ഇറക്കി വിടും. നിങ്ങൾ ദയവ് ചെയ്ത് വിഷമിച്ചിരിക്കല്ലേ. ഞാൻ രശ്മിനെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും അവള് പാവമാണെന്ന്. ഞങ്ങൾക്ക് ഞങ്ങളുടെ അമ്മേനെ തന്നെ മതിയായിരുന്നു. എനിക്കാകെ സങ്കടം വരിക. പക്ഷെ അത് ഈ കുട്ടീനോട് കാണിച്ചിട്ട് എന്തിനാ? പാവം പൊന്നി, നമുക്ക് കളിക്കാൻ പൊന്നി. ആഹാ, മക്കൾ വന്നിട്ട് ഈ മുറിയിൽ എല്ലാവരും കൂടി മിണ്ടാതിരിക്കുകയാണോ? എന്തെങ്കിലും കഴിക്കണ്ടേ? എല്ലാവരും മേലെഴുകി യൂണിഫോം ഒക്കെ മാറി വാ. ദേ രശ്മി ആന്റി എന്താ ഉണ്ടാക്കി വെച്ചേക്കണേന്ന് അറിയോ? ചിക്കൻ പിസ്സ. കുണുക്കിനെയും ഞാൻ യൂണിഫോം മാറ്റി മേലെ കഴിക്കാട്ടോ. അയ്യോ, അതെന്ത് പറ്റി? ഈ രശ്മി ആന്റിനെ ഇഷ്ടമായില്ലേ? നിങ്ങൾ കുഞ്ഞുങ്ങളല്ലേ, അതാ ഞാൻ ചെയ്യാന്ന് പറഞ്ഞേ. നീതുമോളെ, നിത്യമോളെ, എന്താ നിങ്ങൾക്കൊരു സങ്കടം? ഇനി സങ്കടപ്പെടാവൊന്നും വേണ്ട കേട്ടോ. ഈ രശ്മി ആന്റി ഇല്ലേ നിങ്ങൾക്ക്? നിങ്ങൾ വേഗം പോയി ഡ്രസ്സൊക്കെ മാറി വാ. വരുന്നടാ പൊന്നുമോളെ. ചേച്ചിമാരെയും ചേട്ടനെയൊക്കെ അമ്മ റെഡിയാക്കട്ടെ. പൊന്നുമോൾ എല്ലാരെയും പരിചയപ്പെട്ടോ? ചേച്ചിമാരെയൊക്കെ ഇഷ്ടായോ? കുണുക്കാൻ നീതുമോളെ, എല്ലാരും വാ, നമുക്ക് പോകാം. ഈ കുട്ടികളെല്ലാരും പോയല്ലോ. അവർക്ക് ഇഷ്ടമായി കാണൂലായിരിക്കും. അവർക്ക് ഇഷ്ടമായില്ലെങ്കിൽ മാധവൻ ചേട്ടൻ എന്തായാലും ഇറക്കി വിടും. ഇനി എങ്ങനെയാ ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കുക? പിള്ളേർക്ക് പിസ്സയൊക്കെ കൊടുത്തോ? അത് അമ്മ, അവരെ പിസ്സ കഴിക്കാൻ ഞാൻ വിളിച്ചപ്പോൾ അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു പോയി. അവരുടെ മുഖത്ത് നല്ല സങ്കടമുണ്ട്.
എടി അത് ആദ്യം ഇത് കൊണ്ടല്ലേ, നീ എന്താ ഇങ്ങനെ? നീ പിന്മാറരുത്. കുട്ടികൾ അങ്ങനെയാ, അവർ ഓടിയിട്ട് എവിടം വരെ ഓടാനാ? അവരെ ഇപ്പൊ മേലൊക്കെ കഴുകിയിട്ട് ഹോംവർക്ക് ചെയ്യാനും പഠിക്കാനും വേണ്ടി ആ റൂമിലിരിക്കും. നീ എങ്ങനെയെങ്കിലും പൊന്നിമോളെ അവരുടെ നടുക്ക് കൊണ്ടേ ഇരുത്തണം. ഒന്ന് നോക്ക്, കുളിച്ചിട്ട് വരാന്ന് എന്തെങ്കിലും പറഞ്ഞാൽ മതി. അങ്ങനെ പൊന്നിമോളെ അവളെയും കൂടി നീ കൂട്ടിയെടുക്കണം. പൊന്നിനോട് അവർക്ക് ഇഷ്ടമായ പിന്നെ നിന്നെ അവര് വിടില്ല. അത് വേണോ? അയ്യോ അത് വേണം. ഇങ്ങനൊരു പൊട്ടിപ്പെണ്ണ്. നീ ആ കൊച്ചിനോട് അവരുടെ നടുക്ക് കൊണ്ടിരുത്ത്. അവരിപ്പോ ഹോംവർക്ക് ചെയ്യാനിരിക്കും. ചേച്ചി ഇത്ര വേഗം രശ്മി ആൻറ്റി ഇങ്ങോട്ട് വരുമെന്ന് ഞാൻ കരുതില്ല. നമ്മളിനി എന്ത് ചെയ്യും? ഞാനും അത് തന്നെ അടി ആലോചിക്കുന്നത്. എനിക്ക് വേണ്ട രശ്മി ആൻറ്റീനെയും കൊച്ചിനെയൊന്നും ഇവിടെ വേണ്ട. പാവം കുണിക്കും കൊടുക്കാനും അവർക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായെങ്കിൽ അവർ സമ്മതിക്കൂല. നമുക്കൊരു കാര്യം ചെയ്യാം, അച്ഛൻ വരുമ്പോൾ അച്ഛനോട് പറയാം പൊന്നിയും രശ്മി ആൻറ്റി ഇവിടെ വേണ്ടെന്ന്. ആഹാ, നല്ല കുട്ടികളായിട്ട് എല്ലാവരും ഫ്രഷായി ഇവിടെ വന്നിരിക്കുവാണോ? പഠിക്കാൻ തുടങ്ങിയോ? പഠിക്കാൻ തുടങ്ങിയെങ്കിൽ നല്ല കാര്യം. നിങ്ങൾ പഠിച്ചോ? അതെ, കുറച്ച് നേരം ഈ പൊന്നീനൊന്ന് നോക്കാമോ? സോറി ആൻറ്റി, ഒത്തിരി ഹോംവർക്ക് ഉണ്ട്. എനിക്കാണെങ്കിൽ കുട്ടികളെ പഠിപ്പിച്ചിട്ട് വേണം എനിക്ക് പഠിക്കാൻ. അതുകൊണ്ട് സമയമില്ല. അതിന് പൊന്നിനെ ഇവിടെ ഒന്ന് ഇരുത്തിയാൽ മതി മോളെ. അവൾ ഒരു ശല്യം ഉണ്ടാക്കില്ല. അവർ നിങ്ങളുടെ നടുക്കിരുന്നോളും. നിങ്ങൾ പഠിച്ചോ. ആൻറ്റി പോയിട്ട് ഡിന്നർ ഉണ്ടാക്കണം. പിന്നെ എനിക്കൊന്ന് ഫ്രഷ് ആവണം. പൊന്നി ഓടിപ്പോയി അവിടെ ഇരുന്നോ. ആഹാ, പൊന്നിമോൾ അവിടെ ഇരുന്നല്ലോ. മമ്മി ഇപ്പൊ വരാട്ടോ. ഇതെന്താ നീതു ചേച്ചി, നിത്യ ചേച്ചി തിരിഞ്ഞു നിൽക്കണ? പൊന്നു വിളിച്ച വണ്ടിയില്ലേ ചേച്ചി? ഈ തിരിഞ്ഞിരിക്കണ എന്താടി കുണിക്ക്? ആ, എനിക്ക് എങ്ങനെ അറിയാം? അയ്യേ, എന്തൊരു മണം! അയ്യേ പൊന്നു അപ്പിട്ടു. അയ്യേ, നേരാണല്ലോ മെനകെട്ട കൊച്ച്. ലക്ഷ്മി ആന്റി ഓടി വാ, ഈ കുഞ്ഞാവ് അപ്പിട്ടു നിങ്ങളെ. അയ്യോ പൊന്നുമോളെ, പണി പറ്റിച്ചോ? ചേച്ചിമാരുടെ ബെഡിലൊക്കെ അഴുക്കാക്കിയോ? അയ്യേ, ഇങ്ങ് വാ നീ. അയ്യേ മെനകൊട്ട കൊച്ച്, ഇന്ന് തന്നെ അച്ഛൻ വരുമ്പോ ഇതിനെ പുറത്താക്കണം. അത് തന്നെ.